ഇത്തവണ ജപ്പാനെ വലച്ചത് സുനാമിയോ ഭൂകമ്പമോ അല്ല. ഇതൊക്കെ വരുമെന്ന ഒരു പ്രവചനമാണ്. റിയോ തത്സുക പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജപ്പാൻ സാധാരണ നിലയിൽ തന്നെ. പക്ഷേ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായത് വൻ ഭൂചലനം. ജൂലൈ 5, അതായത് ഇന്ന് രാവിലെ കൃത്യം 4:15 ജപ്പാനിൽ വലിയൊരു സുനാമി വരുമെന്നായിരുന്നു 70-കാരി റയോ തൽസുഗിയുടെ പ്രവചനം. ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിലെ സമുദ്രാന്തർ ഫലകം വിണ്ടുകീറും, 4 ദിക്കിലും മാനം മുട്ടുന്ന തിരമാല ആഞ്ഞടിക്കും, തിരമാലയ്ക്ക് സുനാമി തിരമാലയുടെ 3 ഇരട്ടി വലിപ്പമുണ്ടാകുമെന്നും റയോ മുൻകൂട്ടി കാണുന്നു. സുനാമി മുതൽ മരണം വരെ കൃത്യമായി മുൻകൂട്ടി പറഞ്ഞ റയോയുടെ പ്രവചനം നെഞ്ചിടിപ്പോടെയാണ് ജപ്പാൻ കേട്ടത്. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ജപ്പാൻ ശാന്തമാണ്. പക്ഷേ സ്ഥിരം ഭൂകമ്പ സാധ്യതാ മേഖലയായ ജപ്പാനിൽ ഒരാഴ്ചയായി 1000-ലധികം ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിലും ജപ്പാനിലേക്കുള്ള പകുതിയോളം വിമാന ടിക്കറ്റുകളാണ് സഞ്ചാരികൾ റദ്ദാക്കിയത്. അതായത് ഏകദേശം 35 കോടി രൂപയുടെ നഷ്ടം. ഹോങ്കോങ്ങിലേക്കുള്ള സർവീസ് 2 വിമാന കമ്പനികൾ നിർത്തിവെച്ചു. പലകുറി ഭൂകമ്പം താണ്ടിയ ജനത ഈ ദുരന്തത്തെ എങ്ങനെ താണ്ടുമെന്ന ആശങ്കയിലാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.